ഹലോ അസ്സാം വലൈക്കും. ഇതുപോലെ നല്ല മൊരിഞ്ഞ് സോഫ്റ്റ് നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി 4 മണിക്കൂർ കുതിർത്ത പച്ചരി 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ശർക്കര അരിച്ചൊഴിക്കുക. ശർക്കര പാനി അരിച്ചൊഴിക്കുക. സെയിം ജാറിലോട്ട് മൈദപ്പൊടി 1 കപ്പാണ് എടുത്തിട്ടെങ്കിൽ 1/4 കപ്പ് മൈദപ്പൊടി, മൈസൂർ പഴം, ശർക്കര പാനി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. അത് നേരത്തെ തയ്യാറാക്കിയ മാവിലോട്ട് യോജിപ്പിക്കുക. ശേഷം അതിലേക്ക് ഏലക്കായ, കറുത്ത എള്ള്, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കുക. തേങ്ങ വറുത്തിടാനായിട്ട് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്തിടുക. നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 4 മണിക്കൂർ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് നെയ്യപ്പം ചൂടാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഓയിൽ ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിക്കുക. മാവ് സ്വയം പൊങ്ങി വരാൻ സമയം അനുവദിക്കുക. നല്ലവണ്ണം പൊങ്ങിയതിന് ശേഷം മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോഴാണ് ആ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടുക. സോ ഹിയർ ഇറ്റ് ഈസ് ടു സെർവ് അവർ ഡെലീഷ്യസ് നെയ്യപ്പം, കേരള ട്രഡീഷണൽ നെയ്യപ്പം. Thank you for watching my video.